ഏറ്റവും കൂടുതൽ പേർ ലക്കി പേഴ്സ് എന്ന് പറയുന്ന ശങ്കർ ചേട്ടനും പപ്പിയേച്ചിയുടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ ലാലേട്ടൻ ആ സമയത്തേക്ക് ശങ്കരേട്ടന്റെ ഫ്രണ്ട് ആയിട്ടും ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ചേച്ചി ആ സമയത്ത് വരുന്ന സമയത്ത് ശങ്കർ ചേട്ടനായിരുന്നു ഹീറോ മലയാളം. അപ്പം ആ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു ചേച്ചി? അത് ആദ്യം ഞങ്ങൾ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ നീ മറക്കുമായി, പിന്നെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി, ഓടരുത്, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു അല്ലേ? ഭയങ്കരമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം പോലെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് കുറെ കൂടെ ക്യാരക്ടർ, ഇപ്പൊ എല്ലാവരും അത് ഇതൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ വരുന്ന പടങ്ങളെല്ലാം ആരാ ഹീറോ, ആരാ ഹീറോ, അങ്ങനെ വരും, അങ്ങനെയാണ്. പക്ഷെ ഈ പാർ ഇത്രയും ഹിറ്റാണ്, ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളത് ശരിക്കും ഞാൻ അറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ഞാൻ അവിടെയല്ല ഇരുന്നത്, മദ്രാസിലല്ലേ. കേരളത്തിന്റെ ഇതിന്റെ വിശേഷം ഒന്നും നമ്മൾ അറിയത്തില്ലല്ലോ. ശങ്കർ ചേട്ടൻ ശരിക്കും കേരളത്തിലല്ലേ, അതോ പുള്ളിയും ചെന്നൈയിലാണ്? പുള്ളി ചെന്നൈയിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിശേഷം അറിയത്തില്ല, ഒന്നും അറിയില്ല. ഞാൻ ഇത് എപ്പോഴാണ് എന്ന് വെച്ചാല് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വീട്ടില് സുരേഷ് ചേട്ടനും വരും, സുരേഷ് ചേട്ടന്റെ കൂടെ ശങ്കരേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു ഒരു പ്രാവശ്യം. അപ്പൊ കുറെ പണ്ട് ലെറ്റർ വരുമല്ലോ, ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആ ലെറ്റർ എല്ലാം സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ ഇരുന്ന് ഇങ്ങനെ കുറെ വായിക്കും. അതിൽ എഴുതും, ചേച്ചി ആ സുരേഷിനെ പിന്മാറാൻ പറയണം, ശങ്കരേട്ടനെ കല്യാണം കഴിച്ചാൽ മതി, പ്ലീസ് വേണ്ട. അല്ല, അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ലേ ചേച്ചി? ശങ്കർ മേനക അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ലെറ്ററുകൾ വായിക്കുമ്പം അത് സുരേഷ് ഏട്ടൻ തന്നെ വായിക്കും, സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ ചേർന്ന് വായിക്കും, അവര് കൂടെ വായിക്കും. സുരേഷിന്റെ എന്നെ പിന്മാറാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടാ. അല്ല, ഇദ്ദേഹം പിന്മാറാൻ പറയാൻ ഇദ്ദേഹം എപ്പോഴാണ് എൻട്രി ആയത്? അതാദ്യം പറയൂ. ആര്? സുരേഷ് ഏട്ടൻ. പൂച്ചക്കൊരു മൂക്കുത്തി ആ സമയത്ത് ആദ്യത്തെ പടം പൂച്ചക്കൊരു മൂക്കുത്തി അല്ലേ സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് മുമ്പേ ശങ്കർ മേനക വേണ്ട വിട്ടുകൊടുക്കാൻ ചാൻസ് ഇല്ല എന്തൊക്കെ പറഞ്ഞു ചേട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞൂല് ഒരു സീനുണ്ട്. അതായത് ഞാൻ അവിടെ എന്തോ തുന്നിക്കൊണ്ടിരിക്കും. അപ്പൊ ശങ്കരേട്ടൻ ഒരു കാറിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കഥ അടച്ചോണ്ട് പോകും. അത് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുന്നതും നീ അങ്ങനെ പോണതുപോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. പിന്നെ പൂച്ചക്കൊരു മൂക്കുത്തി ബുക്ക് ചെയ്യുന്നത് തന്നെ ആദ്യം എന്റെ മോഹങ്ങൾ പൂണിഞ്ഞിട്ട് ക്ലൈമാക്സ് നടക്കുമ്പം ശങ്കരേട്ടനും ക്യാമറാമാൻ വില്യംസും കൂടെ വരുമായിരുന്നു. അപ്പോൾ ശങ്കരേട്ടനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷെ ഞാൻ അപ്പൊ ഹായ് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊന്നും മൈൻഡിലൊന്നും നിന്നില്ല. ഞാൻ ആ സീനിൽ ഗ്ലിസറിനൊക്കെ ഇട്ട് അഭിനയിച്ച് ഞാൻ അങ്ങ് പോയി. എനിക്കറിയില്ല. പിന്നെ ശങ്കരേട്ടൻ എവിടെ ഉണ്ടെങ്കിലും കാണാൻ വരും. ശങ്കരേട്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഞാനും ഉണ്ടാവും. അതാണല്ലോ ഉദ്ദേശം. ശങ്കരേട്ടനെ കാണാൻ വരുന്ന ശങ്കരേട്ടനെ പിന്നെ പറയാ ശംഖുവിനെ കാണാൻ വരുന്ന പോലെ ഞാൻ നിന്നെ കാണാൻ ഒരുപാട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പൊ പിന്നെ ഒന്നുമില്ല, ഞാൻ ഉണ്ടെങ്കിലും വരില്ല. അതാണ് ഏറ്റവും ഇപ്പം ഇവരുടെ ലൈഫ് ഒന്ന് കാണണം. പബ്ലിക്ലി ആയാലും സുരേഷ് ചേട്ടന്റെ വഴക്ക് പറയുന്നതിന് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ നിന്നത് എന്ന് പറഞ്ഞ് വരെ നിന്നിട്ടുണ്ട് സത്യം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ നീ മറക്കും, അതിന്റെ ദേവദാരു പൂത്ത് സോങ് ഉണ്ടല്ലോ, അതിന്റെ ക്ലൈമാക്സ് നടക്കുമ്പോഴേക്കും സുരേഷ് ചേട്ടൻ വന്നിരുന്നു. അപ്പൊ സുകുമാരി ചേച്ചി മേനക ഇത് സുരേഷ് കുമാർ പ്രൊഡ്യൂസർ, ഹലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ കണ്ണാടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടപ്പോ എവിടെയോ കണ്ട ഒരു ഫീലിംഗ് ഒക്കെ തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ 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 കണ്ണാടിയിൽ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ കൊള്ളാല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ 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 നോക്കുമായിരുന്നു. ഞാൻ നോക്കുന്നു എന്നുള്ള അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കൊരു മനസ്സിനകത്ത് തോന്നി. രതീഷ് ഏട്ടന്റെ കല്യാണം ചെന്നൈയിൽ നടക്കുകയായിരുന്നു, മറ്റേ അടയാർ പാർക്ക് ഹോട്ടലിൽ. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ സ്ലീവ്ലെസ് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി. സുരേഷ് ഏട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടൊക്കെ ഇതില് ഹലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടുപോലുമില്ല. അപ്പൊ പറയാം ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ 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 ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ ശംഖുവിന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി സമയത്തേക്ക് സുരേഷ് ഏട്ടൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയില്ല, അതിന് ആ പടം 4-5 ഷെഡ്യൂളായിട്ട് നടന്നു. അപ്പൊ എന്ത് സ്വീറ്റാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സോൻ പപ്പടി ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു സ്വീറ്റും ഞാൻ വലുതായിട്ട് കഴിക്കില്ല. സോൻ പപ്പടി, അതും സ്ക്വയറായിട്ട് വരുന്ന സോൻ പപ്പടി, മറ്റേ നൂലായിട്ട് ഇങ്ങനെ തരൂലേ. അല്ല, നമ്മളിങ്ങനെ മണി അടിച്ചുകൊണ്ട് കൊണ്ടുവരില്ല. അപ്പൊ ഞാൻ അരോമ മണി സാറിന്റെ പടത്തിന് വരിക ഞാൻ അഭിനയിക്കാനായിട്ട്. വീണ്ടും ചലിക്കുന്ന ചക്രത്തിന് അഭിനയിക്കാൻ വരികയാണ്. അപ്പോ എയർപോർട്ടില് രാവിലെ ഇതും പിടിച്ചോണ്ട് സുരേഷ് ഏട്ടാ
ഇത് പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്റെ കാറ് വരുമല്ലോ, എന്റെ കാറ് പ്രൊഡക്ഷൻ എന്ന് വന്നിട്ട് വേണ്ട നീ ഇതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബാക്കിൽ കയറാൻ പോയി. ഞാനെന്ത് നിന്റെ ഡ്രൈവറാ എന്ന് പറഞ്ഞു. ശരി, മുമ്പിൽ കയറിയിട്ട് എന്നെ കൊണ്ടുപോയി വിട്ടു. സോൻ പപ്പടി എടുത്തോളൂ, നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞ് എടുത്തു. അപ്പൊ സുരേഷ് ഏട്ടന്റെ ചേച്ചി പിന്നെ പറയാൻ, നമ്മുടെ വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ വരില്ല, രാവിലെ സോൺ പപ്പടിയുമായിട്ട് നേരെ എയർപോർട്ടിൽ പോയി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിട്ട് ചേച്ചി പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൂച്ചയ്ക്ക് ഒരു മൂത്ത അഭിനയിക്കുമ്പം ഫുഡിന് ഭയങ്കര ഇതാണ് സുരേഷ് ഏട്ടൻ. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാല് ശരിക്കും സുരേഷ് ചേട്ടന്റെ അമ്മ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പോലും എന്താണ് എം ജി രാധാകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലുള്ള ആദ്യകൾ എന്ത് ശരിയാക്കാത്തത് എന്നൊക്കെ പറയാം. അവന് അമ്മ പാവ കിടന്ന് കരയും, അമ്മ കരയും, എന്തും മോനെ എന്നൊക്കെ പറഞ്ഞ് കരയും. അത് ഇതായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഫുഡിന് കുറേ ഇത് പറയുമായിരുന്നു. അപ്പം ഞാൻ ലിഫ്റ്റിൽ ഞാനും സുരേഷ് ചേട്ടനും കൂടെ ലിഫ്റ്റിൽ വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ കുറ്റം പറയത്തില്ലേ ഫുഡിന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണിന് ഒരു 2 മാസമെങ്കിലും അമ്മയുടെ അടുത്ത് പോയി ട്രെയിനിങ് കൊടുക്കും, എന്നാലേ നിങ്ങൾക്ക് ശരിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മത്ത് കിട്ടൂല കേട്ടോ ഭാര്യ ആയിട്ടാണ്. അപ്പം പിന്നെ എപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് 2 മാസം ട്രെയിനിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞു. ദിസ് ഇസ് വാട്ട് അപ്രോച്ച്. അല്ലാതെ ഐ ലവ് യു ഇല്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട്, ഭയങ്കര സിനിമ സ്റ്റൈൽ. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇത് പറഞ്ഞു, അമ്മ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞായിരുന്നു, നിനക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. നീ ആയിട്ട് പോയി ഓടിച്ചെന്ന് ഐ ലവ് യു പറയരുത്, ഇങ്ങോട്ട് വരട്ടെ, വരുമ്പോൾ പറയാമോ. അപ്പൊ അങ്ങനെയാണ് ഇത് മനസ്സിലായത്. പിന്നെ ഒരു ദിവസം സുരേഷ് ഏട്ടൻ വന്ന് അമ്മയുടെ അടുത്ത് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അവക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയാണ് സുരേഷ് ഏട്ടനോട് പറഞ്ഞു. നല്ല രസമുണ്ട്, ഭയങ്കര കേട്ടോണ്ടിരിക്കാൻ നല്ലൊരു കഥ, ഭയങ്കര ഒരു സിനിമ സ്റ്റൈൽ അല്ലേ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. Ali's Kitchen. Let's cook with love.